അപ്പോൾ ആ രാവിലെ മുതൽ തുടങ്ങിയത് ഞാൻ വാർത്തകൾ കണ്ട് എന്ന് പറയുമ്പോൾ രാവിലെ വാർത്ത ഇട്ട് നോക്കിയപ്പോൾ എന്നെ പിന്നെ കോന്നിയിൽ നിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, ഈ റിപ്പോർട്ടർ ചാനലിലൂടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ഞാൻ റിപ്പോർട്ടർ ചാനൽ ഇട്ട് കഴിഞ്ഞപ്പോൾ വേറെ ഒരു കാര്യവും അതിൽ പറയാനില്ല. പറയാനുള്ളത് എല്ലാം അടൂർ പ്രകാശിനെ കുറിച്ചാണ്. അടൂർ പ്രകാശ് ബാംഗ്ലൂർ പോയി, എനിക്കെന്തോ ഗിഫ്റ്റ് തന്നു. ആ ഗിഫ്റ്റ് തന്നത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ, എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ. ഒരു കവർ കൊണ്ട് തന്നു, സത്യാവസ്ഥയാണ്. ആ കവറിനകത്ത് ഉണ്ടായിരുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നില്ല? ആ കവറിനകത്ത് തന്നത് എന്തോ പിന്നെ ഡേറ്റ്സോ അങ്ങനെയുള്ള ഏതോ സാധനമാണ് തന്നത്. ഞാൻ അവിടെ ഉള്ളവർക്ക് തന്നെ അത് കൊടുക്കുകയും ചെയ്തു. കാര്യം ഞാനിതൊന്നും അങ്ങനെ കൂടുതൽ ഉപയോഗിക്കത്തില്ല എന്നുള്ളത് കൊണ്ട് അപ്പം തന്നെ അവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അല്ല, അതൊക്കെ ചില ആളുകൾ ഇപ്പോൾ ചില ആളുകളെന്നേ ഞാൻ പറയുന്നുള്ളൂ. ചില ആളുകൾ സെറ്റ് ചെയ്ത് വെച്ച് ഏതായാലും ഇന്ന് അത് റിപ്പോർട്ടർ ചാനലിൽ ഇത്രമാത്രം വേറെ ഒരു വിഷയവും ഇത് പ്രധാനമന്ത്രി പിന്നെ കേരളത്തിൽ വരികയാണ്. പ്രധാനമന്ത്രി വരുന്ന കാര്യങ്ങളൊന്നും റിപ്പോർട്ടർ ചാനലിലില്ല. അടൂർ പ്രകാശ് മാത്രമേ ഉള്ളൂ ഇന്ന് രാവിലെ മുതൽ. പ്രധാനമന്ത്രി വരുന്ന കാര്യങ്ങളെക്കുറിച്ചോ അതേക്കുറിച്ച് യാതൊരു വാർത്തയും അല്ല. അത് ചിലപ്പോൾ ആകാം. പലപ്പോഴും ഇത് അനുഭവിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ കോൺഗ്രസിനുള്ളിലുള്ളവരുമുണ്ട് അല്ലാതുള്ളവരുമുണ്ട് എന്ന് ഞാൻ പറയേണ്ടതായിട്ടുണ്ട്. ഞാനതിനെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ഇന്ന ആളാണ് എൻ്റെ പിന്നിൽ എന്നതിനെക്കുറിച്ച്. ഒരുപക്ഷെ നിങ്ങൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ അന്വേഷണം നടത്തി കണ്ടെത്തുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അത് കണ്ടെത്താനുള്ള അവസരം കിട്ടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആര് പറഞ്ഞു? ആ പോറ്റിയെക്കുറിച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പോറ്റി ആരാണെന്നോ പോറ്റിയെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല. അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ച കാര്യങ്ങൾ ഞാൻ അത്തരത്തിൽ തന്നെ പ്രതികരിച്ചിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. ഏതായാലും ഒരു കാര്യം പറയാം, പോറ്റി മോഷ്ടിച്ചുകൊണ്ട് വന്നതിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ നിങ്ങൾ പറയുന്ന, അതായത് മരമുറി ചാനൽ പറയുന്നത് അനുസരിച്ച് അതിൻ്റെ പങ്ക് അടൂർ പ്രകാശിന് കിട്ടിയതാണ് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. അതുകൂടെ വരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൂടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ചാനലിൽ വരണം. എന്തേ? അല്ല, എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം സോണിയാഗാന്ധി, അതായത് പിന്നെ ഈ അന്നദാനം കഴിഞ്ഞ് അവിടെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് പൂജയ്ക്ക് ശേഷം എന്നോട് പറഞ്ഞു, അവിടെ വെച്ചല്ല പറഞ്ഞത്, അതിനുശേഷം ഇവിടെ ഡൽഹിയിൽ വന്നിട്ടാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സോണിയാഗാന്ധിയെ കാണാൻ അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, MP എന്നുള്ള നിലയിൽ കൂടെ വരണം എന്ന് ആവശ്യപ്പെട്ടു. ഞാൻ പോയി. അല്ല, പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരുടെ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തുന്ന അന്നത്തെ സോണിയാഗാന്ധി സെക്രട്ടറിയായ മാധവനാണ്. അദ്ദേഹം പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാരാണ്, അവർ ബ്രാഹ്മണനാണ്. ആ ആൾക്കാരെ സംരക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു വേട്ടയാടൽ നിന്നു കൊടുക്കുകയാണ്. അല്ല, ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. എന്തായാലും ഞാൻ ഇദ്ദേഹത്തോടൊപ്പം സോണിയാഗാന്ധിയെ കാണാൻ പോയിട്ടുണ്ട്. അല്ല, അത് എൻ്റെ മാന്യതയ്ക്ക് യോജിക്കാത്ത ഒരു കാര്യത്തിന് ഞാൻ സാധാരണഗതിയിൽ ഇത് മാത്രമല്ലല്ലോ, പണ്ടും എന്നെക്കുറിച്ച് അറിയാവുന്ന നിങ്ങളിൽ പല ആളുകളും കാണും, പറയുന്ന ആളുകൾ. നമ്മൾ അങ്ങനെ ഒരാളിനെ ക്രൂശിക്കാൻ ഞാൻ തയ്യാറല്ല. ബാംഗ്ലൂർ വേറെ ഒരു കൂടിക്കാഴ്ചയും നടന്നില്ല. ഞാൻ അവിടെ ഉണ്ട് എന്നറിഞ്ഞ് എന്നെ കാണാൻ വന്നു. എനിക്കൊരു ഗിഫ്റ്റാണ് ഈ കൊണ്ടുതന്നത്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന പോലുള്ള ഗിഫ്റ്റുകൾ. അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഉണ്ടായിരുന്നത് കുറച്ച് ഡേറ്റ്സും മറ്റെന്തോ ചെറിയ സാധനങ്ങളാണ്. ഞാൻ അവിടെ ഉള്ളവർക്ക് തന്നെ അപ്പം തന്നെ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അല്ല, അതേക്കുറിച്ച് ഞാൻ പറയാം. എൻ്റെ ഓർമ്മ ഞാൻ പൂർണ്ണമായും നിങ്ങൾ കവറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ 2019 നടന്ന സംഭവമാണ്. ആ കവറ് എൻ്റെ ഓർമ്മ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളുടെ എന്തോ ചടങ്ങ്. അതാണ് ഈ വെഞ്ഞാറമൂട്ടി ഞാൻ പോയി എന്ന് പറയുന്നത്. വെഞ്ഞാറമൂട്ടി പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻവിറ്റേഷനാണ് തന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.